Kama Khani from Jaisalmer. ജയ്സൽമേർ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ ഡെസേർട്ടിലാണ് താമസിക്കുന്നത്. CR റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ഞങ്ങൾ താമസിച്ചത് ടെൻറ്റിലാട്ടോ. ഇവിടെ റൂംസും ഉണ്ട്, ടെൻസും ഉണ്ട്. ഞങ്ങളുടെ സ്റ്റേ ടെൻറ്റിൻ്റെ അകത്തായിരുന്നു. അന്ന് പറഞ്ഞിട്ട് ചൂടൊന്നും എടുത്തില്ല കേട്ടോ. ഡെസേർട്ടിൽ എക്സ്ട്രീം ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ടെൻസ് ആണ്. എല്ലാത്തിലും AC ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചൂടൊന്നും എടുക്കില്ല. ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു കോസി റൂമാണ്. നല്ല ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് ഒട്ടകത്തിൻ്റെ സ്മെല്ലില്ലേ അത് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഡെസേർട്ട് സഫാരിക്ക് പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. നമുക്ക് ക്യാമൽ റൈഡ് പാക്കേജിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ വരെ എന്തായാലും ജീപ്പ് ഉള്ളതാണ്. പക്ഷേ അവിടെ വന്ന ജീപ്പുകാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ 3 എക്സ്ട്രാ സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഞങ്ങളുടെ അടുത്ത് പേയ്മെൻറ്റ് മേടിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. അത് ആക്ച്വലി പറ്റിക്കുന്ന കേട്ടോ. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും തോന്നിയില്ല. ബിക്കോസ് നമ്മൾ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഡ്യൂൺസ് ആണ്. പിന്നെ നമ്മൾ ക്യാമൽ റൈഡിന് പോകുന്നതും ഡ്യൂൺസ് തന്നെയാണ്. സെപ്പറേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തായാലും ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. ഇതുവരെ ഞങ്ങളുടെ അടുത്ത് എക്സ്ട്രാ പൈസ മേടിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ വി എൻജോയ്ഡ് ഇറ്റ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ലോസ് ആയിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് ആ ഒരു മണി അത്ര വലുതായിട്ട് പറ്റിച്ചു, അത്ര പൈസ പോയി എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. എക്സ്ട്രാ പൈസ മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന സ്ഥലമാട്ടെ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും ഫുൾ ഗിമിക്കുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. ഇവിടെ ATV റൈഡ് ഉണ്ട്, പിന്നെ ക്യാമൽ റൈഡ് ഉണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുറേയും കൂടെ ദൂരം കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ആൻഡ് ഇവിടെ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ ഞാൻ കണ്ടു. എനിക്കതൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. ഞങ്ങൾ ജീപ്പാരം ഞങ്ങളുടെ അടുത്ത് ആക്കിയിട്ട് വീണ്ടും വേറെ ആൾക്കാരെ പിക്ക് ചെയ്യാൻ പോയ സമയത്ത് ഒരു ബേബി ഞങ്ങളുടെ അടുത്ത് വന്ന് ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞത് ചെയ്തത്. അവർക്ക് 7 വയസ്സുണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ബിക്കോസ് അത്ര ചെറിയ കുട്ടിയായിരുന്നു. എൻ്റെ ചേച്ചിമാരുടെ പിള്ളേരുടെയൊക്കെ പ്രായമുള്ളൂ. എനിക്കപ്പോൾ അവർ ഓർമ്മ വന്നു. ആൻഡ് ഐ വാസ് കംഫർട്ടബിൾ. എൻ്റെ പപ്പ ചുമ്മാ ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടോ. അത് പപ്പയ്ക്ക് പേടിയായിട്ടൊന്നുമല്ല, നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്നതാണ്. ഇവിടെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഓഫ് റൈഡ് വണ്ടി കൊണ്ടുവന്ന് എന്ത് രസമായിരിക്കും അല്ലേ. ഞാൻ അതാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കവേർഡ് ആയിട്ടുള്ള വണ്ടി ആയിരുന്നെങ്കിൽ കുറച്ച് സേഫ് ആയിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ അങ്ങനെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഹോഴ്സ് റൈഡിൻ്റെ ടൈമായി. ഞങ്ങളുടെ ഒട്ടത്തിൻ്റെ പേര് ബബ്ലു എന്നായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര പാവമായിരുന്നു. പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ഒരാളായിരുന്നു. ഞങ്ങളുടെ കൂടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ പോസ്റ്റ് തരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഹായ് ബബ്ലു. ഹായ്, ഹലോ, ഹായ് ബബ്ലു. തിരിഞ്ഞു നോക്കുന്നത് നമ്മളെ ബബ്ലു. അവന് ശരിക്കും പേര് ബബ്ലു ആണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പുള്ളിക്ക് കൊടുക്കാത്ത ഗ്ലാമർ ആയതുകൊണ്ട് ഞാൻ പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്.